നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം ഇന്ന് ആദ്യം പോകുന്നത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലെ ഒരു കണ്ണീർ കാഴ്ചയിലേക്കാണ്. हम लोग का भी छोटा छोटा है, हम लोग का उम्र 40 हो गई है। दीदी हम लोग के लिए बहुत कुछ कर रहा है, बहुत कुछ कर रहा है। രണ്ടു ദിവസം മുൻപാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ കൊൽക്കത്തയിലെ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപത്തെ ഒരു കൂട്ടം മനുഷ്യരുടെ നരക ജീവിതം നമ്മൾ കണ്ടത്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങളാണ് തൊട്ടു മുൻപ് കേട്ടത്. പാളത്തിൽ നിന്ന് ഇഞ്ചുകൾ മാത്രം അകലെ തുണിയും ഫ്ലക്സും കൊണ്ട് മറച്ച കുടിലുകൾ. നെഞ്ചുലഞ്ഞ് നമ്മളെന്ന് കണ്ട ആ കുടിലുകൾ ഇന്നില്ല. അല്പം മുൻപുണ്ടായ വൻ തീപിടുത്തത്തിൽ അവയെല്ലാം വെന്ത് വെണ്ണീറായിരിക്കുന്നു. സന്തോഷ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിലാണ് വൻ അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മുൻപ് റിപ്പോർട്ട് ചെയ്ത അതേ സ്ഥലത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, അവിടുത്തെ ദുരിത ജീവിതം നമ്മൾ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ ഈ തീപിടുത്തം അതുകൂടി എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് അവർക്ക് മുൻപിലൊരു മാർഗമായുള്ളത്? ആ ജനത എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ ശ്രീനാഥ്? ഉന്മേഷ്, സബർബൻ ട്രെയിൻ കടന്നു പോകുന്ന കൊൽക്കത്തയിലെ ഈ റെയിൽവേ ട്രാക്കുകൾക്ക് ഇരുവശവും ട്രാക്കിനോട് വളരെ ചേർന്നുകൊണ്ട്, അതായത് ട്രെയിൻ ഒരു പക്ഷേ ട്രാക്കിൽ ഈ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അതിൽ തട്ടുപോകുന്ന പോലും നമുക്ക് സംശയം തോന്നും. ആ തരത്തിൽ തൊട്ടടുത്താണ് ഈ കുടിലുകൾ പലതും ഉള്ളത്. ഈ നീളത്തിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ കുടിലുകൾ നമുക്ക് കൊൽക്കത്തയിൽ കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വരുന്നതും ആളുകളോട് സംസാരിക്കുന്ന അവരുടെ ജീവിതം എന്താണെന്ന് നേരിട്ട് അറിയുന്നത്. നമുക്കറിയാം, പലതരം അപകടങ്ങൾ ഇങ്ങനെ താമസിക്കുന്നതിലൂടെ ഉണ്ട്. അതൊന്ന് ഈ പറഞ്ഞതുപോലെ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ അവിടെ ഈ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ ഏർപ്പെടുത്തുക എന്നതൊക്കെ നമുക്ക് തമാശയാണ്. അവരുടെ ജീവിത സാഹചര്യം കാണുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ പോലും അർത്ഥമൊന്നുമില്ല. നമ്മൾ വലിയ ഫ്ലാറ്റുകളിലും മറ്റുമൊക്കെ ഈ തീ അണയ്ക്കാനുള്ള, തീ പിടിച്ചാൽ അത് തടയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവരോട് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലും ഒരു വളരെ മോശമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിയുന്നു. മാത്രമല്ല, ട്രെയിൻ കടന്നു പോകുമ്പോൾ അതുണ്ടാക്കാവുന്ന അപകട സാധ്യത. ഏതായാലും വലിയൊരു ദുരന്തം ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെയുള്ള ഏതാണ്ട് 70-ലേറെ കുടിലുകൾ കത്തിപ്പോയിരിക്കുന്നു. ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് കത്തി അമർന്നതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ, ഭക്ഷ്യസാധനങ്ങളുണ്ട്. അതെടുത്ത് പോകാൻ ആളുകൾക്ക് സമയം കിട്ടിയിട്ടില്ല. എന്തിന് വളർത്തുമൃഗങ്ങളുടെ ജഡങ്ങൾ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് ഒന്നിനും അവർക്ക് ഓടി മാറാനുള്ള സമയം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. അതിനപ്പുറത്തേക്ക് തങ്ങളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ ഒന്നും തന്നെ സംരക്ഷിക്കാനോ രക്ഷിക്കാനോ ഒന്നുമുള്ള സമയം കിട്ടിയില്ല. മാത്രമല്ല, ഫയർഫോഴ്സിന് ഇങ്ങോട്ട് എത്തിപ്പെടാനും സമയമെടുത്തു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഫയർഫോഴ്സ് എത്തുന്നത്. അപ്പോഴേക്ക് തീ ആകെ ആളിപ്പടർന്നു. സമീപത്തെ റെയിൽവേ ട്രാക്കിലെ ഈ ലൈൻ പോലും, ഇലക്ട്രിക് ലൈൻ പോലും കത്തിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. भाई कितने बजे हुआ ये इंसिडेंट? 1 से 1.5 बजे करीब। बहुत बड़ा आग लग गया, बहुत आग लग गया। 60 से 70 घर जल गया पूरा, एकदम सब नथी जल हवा गया। भी था तभी, बहुत हवा भी था और सब नथी जल गया, कागज पत्तर सब जल गया। फटाफट आया फायर फटाफट नहीं आया, 2 घंटे बाद आया। 1:10 में चला है, आज जो लगा है 2 घंटे बाद आया। टाइम लगा ये हाँ पूरा हाँ, फिनिश करने में टाइम तो 4-5, अभी भी काम चल रहा है। अभी सब काम चल रहा है। लोकल में जितना लड़का था पूरा लड़का लग गया है काम में, पूरा लड़का ये काम किया है। ये जो गाड़ी आया कम से कम 1-1.5 घंटा बाद गाड़ी आया। फायर ब्रिगेड भी हाँ, അത് തന്നെയാണ് അവരും പറയുന്നത്. ഫയർഫോഴ്സിന് പോലും എത്തിപ്പെടാൻ സമയം അധികം എടുത്തു. ഇവിടുത്തെ നാട്ടുകാർ ചേർന്നാണ് തീ അണയ്ക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങളൊക്കെ നടത്തിയെന്നാണ്. പക്ഷേ അതൊന്നും കാര്യമായ ഫലം ചെയ്തു എന്ന് എനിക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. വീടുകളൊക്കെ, ഈ കുടിലുകളൊക്കെ തന്നെ കത്തി അമർന്ന അവസ്ഥയിലാണ്. ഒരു ചെറിയ തീപിടുത്തം അത് എത്ര പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇത്രയും കാലം, ഇത് വർഷങ്ങളായി, ഇന്നോ ഇന്നലെയോ ഇവിടെ താമസിക്കുന്ന ആളുകളല്ല, വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളാണ് ഞാൻ. പലരോടും കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അവർ 40 വർഷമായി താമസിക്കുന്നവരുണ്ട്, 50 വർഷമായി താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഏറെ നാളായി താമസിക്കുന്ന ആളുകളാണ്. കാലാകാലങ്ങളിൽ സർക്കാരുകൾ മാറി വന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അവരുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതൊരു ദുരന്തത്തിലേക്ക് അവസാനം കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് വേണം പറയാൻ. ഉന്മേഷ്, ശ്രീനാഥ്, ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ആദ്യഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം നടക്കാനിരിക്കുന്നു. അപ്പോൾ
ഈ ദുരിതത്തിന് ഇനി എങ്ങനെയൊരു പരിഹാരം ഉണ്ടാകുമെന്നൊരു ചോദ്യമാണല്ലോ. ഇത്രയും ആളുകൾ ഇവിടേക്ക് പെട്ടെന്ന് മാറും, അതൊക്കെ വലിയ പ്രശ്നമാണല്ലോ ശ്രീനാഥ്. അതെ, പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉന്മേഷ് 1 വർഷമോ 2 വർഷമോ എന്തിന് 10 വർഷമോ 20 വർഷമോ കൊണ്ട് ഉണ്ടായ പ്രശ്നമല്ല. ഇവരൊക്കെ താമസിക്കുന്നത് പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 വർഷവും 60 വർഷവും ഒക്കെ താമസിക്കുന്ന മനുഷ്യരാണ്. ഇത്ര വർഷമായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കഴിഞ്ഞില്ല. മാത്രമല്ല ഈ നമുക്ക് അറിയേണ്ടത് ഈ കിലോമീറ്ററുകളോളം ഉണ്ട്. ഏതാണ്ട് 10, 25, 30 കിലോമീറ്റർ നീളത്തിൽ കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചപ്പോഴും എല്ലായിടത്തും ഇതേ കാഴ്ച കാണാൻ കഴിഞ്ഞു. അതായത് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത്രയും ആളുകളെ മാറ്റുക ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒരു പക്ഷേ സാധിക്കാത്ത കാര്യമായിരിക്കും. പക്ഷെ അതിനുള്ള നടപടികൾ ഈ നാളെ ഇതുവരെ ആരും എടുത്തിട്ടില്ല, ഒരു സർക്കാരും എടുത്തിട്ടില്ല എന്നതാണ് ഈ മനുഷ്യർ പറയുന്നത്. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പോലും അവരൊന്നും ആവശ്യമുണ്ട് എന്ന് പറയാൻ പോലും അവർക്കറിയില്ല. ഇങ്ങനത്തെ ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞ് അതുമായി പൊരുത്തപ്പെട്ടു പോയ മനുഷ്യരാണ്. പക്ഷേ അവർക്കത് പറയാൻ അറിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തിയത് ഉന്മേഷ്. ശരി, ഏതായാലും അത് ദുരിത കാഴ്ചയാണ്, കണ്ണീർ കാഴ്ചയാണ്. അവർ ഇനി എവിടേക്ക് പോകും എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അവിടെ ഒരു ഇടപെടൽ നമ്മൾ ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് തിരികെ എത്തുകയാണ്. വട്ടിയൂർക്കാവിലെ BJP CPIM സംഘർഷവുമായി ബന്ധപ്പെട്ട വിവാദമൊഴിയുന്നില്ല. പോടാപുല്ലെ പോലീസെ വിവാദത്തിന് പിന്നാലെ മുൻ DGPയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ R. ശ്രീലേഖയെ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ച് കേസിൽ പ്രതി ചേർത്തു. കേസെടുക്കാൻ വൈകിയതിൽ CPIM നേതാക്കൾക്കുള്ള അതൃപ്തിയും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉരുണ്ടുകൂടിയ രാഷ്ട്രീയ വൈര്യം മറനീക്കി പുറത്തുവന്നത് നെട്ടയം മലമുകളിലാണ്. BJPയും CPIMഉം പോലീസും ഏറ്റുമുട്ടി. പിന്നാലെ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുൻ DGP പോലീസിനെ പോടാ പുല്ലെ പോലീസെ എന്ന് മുദ്രാവാക്യം വിളിച്ചത് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. വട്ടിയൂർക്കാവിലുണ്ടായ സംഘർഷത്തെക്കാൾ വലിയ ആഘാതമുണ്ടാക്കിയത് R. ശ്രീലേഖയുടെ ഈ മുദ്രാവാക്യമായിരുന്നു. നെട്ടയം സംഘർഷത്തിൽ BJPയെ വേട്ടയാടിയെന്നാരോപിച്ചാണ് അടുത്ത ദിവസം BJP വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. പിന്നാലെ മാർച്ച് നടത്തിയതിന് കാഞ്ഞിരംപാറ വലിയവിള കൗൺസിലർമാർ ഉൾപ്പെടെ 8 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും കേസെടുത്തിരുന്നു. എന്നാൽ R. ശ്രീലേഖയെ പ്രതി ചേർത്തിരുന്നില്ല. മാർച്ചിൽ മുൻപ് കാക്കിയണിഞ്ഞിരുന്ന ഒരു മുൻ DGP തന്നെ പോലീസിനെ പോടാ പുല്ലെ പോലീസെ, പിണറായിയുടെ തെമ്മാടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചത് സേനയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു. R. ശ്രീലേഖയെ പ്രതി ചേർക്കാത്തതിൽ CPIMനുള്ളിൽ നിന്നും പോലീസിന് നേരെ അതൃപ്തി പുകഞ്ഞു. TP സെൻകുമാർ, R. ശ്രീക എന്നീ 2 മുൻ DGPമാർ പോടാ പുല്ലെ പോലീസെ എന്ന് വിളിച്ചത് അവർ സർവീസിലിരിക്കുന്ന കാലത്തെ അടക്കമുള്ള മുൻകൂർ പ്രാബല്യത്തോടെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. സംഭവത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ R. ശ്രീലേഖയും മറുപടി നൽകിയിരുന്നു. പോലീസ് സേനയിൽ ഇരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലെ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ചിലരെ ഡിസ്മിസും ചെയ്തിട്ടുണ്ട്. അന്ന് വിമർശിക്കാത്തവർ വിരമിച്ച ശേഷം തെറ്റ് ചെയ്ത ഒരാളെ പോടാ എന്ന് വിളിച്ചതിൽ കുറ്റം കാണേണ്ടെന്നും R. ശ്രീലേഖ വ്യക്തമാക്കി. BJP നേതാക്കളും R. ശ്രീലേഖയ്ക്ക് പ്രതിരോധം തീർത്തു. അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള പോലീസുകാരോട് അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ തരത്തിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾ ബഹുമാനിക്കും. പോലീസ് ഗുണ്ടകളായിട്ട് പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കും. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു. നെടുമങ്ങാട് കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ R. ശ്രീലേഖയെ 5ാം പ്രതിയായും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ 6ാം പ്രതിയായും ചേർത്തു. പോലീസിന്റെ ജോലി ചെയ്യട്ടെ എന്നായിരുന്നു R. ശ്രീലേഖയുടെ അനൌദ്യോഗിക പ്രതികരണം. മുദ്രാവാക്യ വിവാദം ചർച്ചയായതിനു പിന്നാലെ വട്ടിയൂർക്കാവ് SHO അവധിയിൽ പ്രവേശിച്ചിരുന്നു. വട്ടിയൂർക്കാവിലെ വിവാദം അങ്ങനെ അങ്ങ് അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. BJPയുടെ A ക്ലാസ് മണ്ഡലം, പ്രവർത്തക പിന്തുണ ഏറെയുള്ള മണ്ഡലം. അവിടെ ഉടലെടുത്ത ഈ വിവാദം രാഷ്ട്രീയ സാധ്യതയുള്ളതെന്ന് BJPക്ക് അറിയാം. അതിനാൽ തന്നെ CPIM കാര്യമായ പ്രതിരോധമുയർത്തും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ഈ വിവാദമൊക്കെ നാട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ട്. അലി അക്ബർ പറയുന്നത് നിലവിൽ സർവീസിലുള്ള DGPമാരും ഇതൊക്കെ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന ആരും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്നൊരഭിപ്രായം ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ വരുന്നുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിലെ ട്രാഫിക് പാർക്കും പോലീസ് ക്വാർട്ടേഴ്സും കാടുകയറി നശിച്ചു. 2018 30 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണ് ട്രാഫിക് പാർക്ക്. വർഷങ്ങൾക്കിപ്പുറം ആരും തിരിഞ്ഞു നോക്കാതെ വന്നതോടെ ഇഴജന്തുക്കളുടെയും
പന്നികളുടെയും സ്വൈര്യ വികാര കേന്ദ്രമായി ഒരേക്കറിലധികം വരുന്ന സ്ഥലം പമ്പയാറിനോട് ചേർന്നുള്ള സ്ഥലം സർക്കാർ സംവിധാനങ്ങൾ എത്രയും വേഗം ഇടപെട്ട് നവീകരിച്ച് വിനോദസഞ്ചാരത്തിന്റെ പുതിയ സാധ്യതകൾ തേടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെട്ടിടങ്ങൾ കാണാൻ കഴിയാത്ത വിധം കാട് കയറി കിടക്കുകയാണ് ഇപ്പോൾ. ആറന്മുള പൈതൃക ഗ്രാമമെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരേക്കറിലധികം വരുന്ന ഭൂമി പൂർണ്ണമായി കാട് പിടിച്ച് പ്രേതാലയം പോലെയായി. 2018 ഒരു ട്രാഫിക് പാർക്ക് ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴത് അവിടെ ഉണ്ടോ എന്ന് പോലും കാണാനാകാത്ത വിധം പൂർണ്ണമായി കാട് കയറി കിടക്കുകയാണ്. പന്നികളുടെയും പാമ്പുകളുടെയും സ്വൈര്യവിഹാര കേന്ദ്രമായി ഈ കാണുന്ന പ്രദേശം. ട്രാഫിക് പാർക്ക് അതിനപ്പുറത്താണെങ്കിൽ തൊട്ടിപ്പുറത്തായിട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സ് കൂടിയുണ്ട്. അതും ഈ പറയുന്ന രീതിയിൽ കാട് കയറി പൂർണ്ണമായി നശിച്ചു കിടക്കുകയാണ്. ഒരു തരത്തിലും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികൾ ആരും ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. വർഷങ്ങളായി ഇതേ അവസ്ഥയിലാണ് ഈ കാണുന്ന പുരയിടവും ഭൂമിയും. ഇത് കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്നും തെളിക്കുക, പിന്നെ ഇത് അവസ്ഥ മനുഷ്യനൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അപ്പോൾ ഇത് പോലീസ് ക്വാർട്ടേഴ്സാണ് ഈ ഭാഗം. ഇവിടെ അവർ വന്ന് താമസിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ജന്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മറ്റ് റോഡിലോട്ടൊക്കെ ജന്തുക്കൾ ഇറങ്ങി വരുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ടുണ്ട്. ഒഫീഷ്യലി ഒന്നും അറിയില്ല. പക്ഷേ നമ്മളൊരു അയൽവാസി എന്നുള്ള രീതിയിൽ നമ്മളിത് പറയും. കാരണം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമുക്കിതൊരു പുതുമയല്ല. നമ്മളിത് കാണുന്നു, പിന്നെ പ്രേത ആലയം പോലെ ഇങ്ങനെ കിടക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് പിന്നിൽ കാണുന്ന ട്രാഫിക് പാർക്ക് 35 സെന്റ് ഭൂമിയിൽ 30 ലക്ഷം രൂപ ചിലവാക്കിയായിരുന്നു നിർമ്മിച്ചത്. എല്ലാവരിലും ട്രാഫിക് അവബോധം കൃത്യമായിട്ട് വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുക, ഇതൊക്കെയായിരുന്നു 2018 ട്രാഫിക് പാർക്ക് സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരള പോലീസിനായിരുന്നു അതിൻ്റെ നടത്തിപ്പും കൃത്യമായിട്ടുള്ള ചുമതലയുമൊക്കെ നൽകിയിരുന്നത്. എന്നാൽ വർഷം 8 കഴിയുമ്പോൾ ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. ഇത് എത്രയും വേഗം നവീകരിച്ച് എന്തെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഞാൻ ജനിച്ച കാലം തൊട്ടേ ഇത് ഒരു പോലീസ് ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം പിന്നാണ് ട്രാഫിക് പാർക്ക് ഉണ്ടായത്. ട്രാഫിക് പാർക്ക് ആദ്യം 1-2 വർഷമൊക്കെ നന്നായിട്ടൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം പിന്നെ ഈ കാണുന്ന ഈ അവസ്ഥയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഇത്രയും കണ്ണായ ഒരു സ്ഥലം ഉള്ള ഒരു അവരുടെ പോലീസിൻ്റെ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെങ്ങും ഉണ്ടാവില്ല. ഇതുപോലെ സർക്കാർ ഇതിനൊരു നടപടിയെടുത്ത് ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഒരു നല്ല സെറ്റപ്പ്, ഒരു പിള്ളേർക്ക് ഒരു കുട്ടികൾക്കൊരു പാർക്കോ അങ്ങനെ എന്തോ ആവാം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ആറിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തുള്ള ഒരു പാർക്ക് എന്നുള്ള നിലയ്ക്കാണിത് നമ്മൾ കാണുന്നത്. ഭക്തജനങ്ങൾക്കും അല്ലാതുള്ള സാധാരണ സഞ്ചാരികൾക്കും ഒക്കെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനും വിശ്രമിക്കാനുമുള്ള സൗകര്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും സജ്ജമാക്കി സാധാരണ ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ വളരെ ഭംഗിയായ രീതിയിൽ വിനോദസഞ്ചാരത്തിൻ്റെ നല്ലൊരു സാധ്യത ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഉള്ളിലൊരു വലിയ ഭയമുണ്ട്. ഇഴജന്തുക്കളുടെയോ അല്ലെങ്കിൽ കാട്ടുപന്നിയുടെയോ ആക്രമണം ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഉള്ളിലെ പേടി. കാരണം അത്രമാത്രം കാട് വളർന്ന് ഇവിടെ ആകെ നശിച്ചു കിടക്കുകയാണ്. എത്ര സുന്ദരമായി സംരക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണിവിടം. ട്രാഫിക് പാർക്കിനപ്പുറത്തേക്ക് മറ്റ് പല രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ സാധ്യതകൾ ഉൾപ്പെടുത്തി ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ അധികൃതർ ശ്രമിച്ചാൽ കഴിയുന്നതാണ്. പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് സാധാരണക്കാരായ ആളുകളുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ആറന്മുളയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇത് നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് പോകുന്നു. വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തുന്നതിന് വർഷങ്ങളായി കാത്തിരിക്കുകയാണ് പൈവളികെ പഞ്ചായത്തിലെ ജനങ്ങൾ. ജലനിധി പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലേക്കും പൈപ്പ് വഴി വെള്ളം എത്തിക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ പൈപ്പിട്ട് മീറ്റർ സ്ഥാപിച്ചതല്ലാതെ ഭൂരിഭാഗം വീടുകളിലേക്കും വെള്ളം എത്തിയിട്ടില്ല. അന്വേഷിക്കുമ്പോൾ സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞ് മടങ്ങിയിരുന്ന അധികൃതർ പിന്നീട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു.
എല്ലാ വേനലിലും കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശമായതുകൊണ്ട് പ്രത്യേക പദ്ധതിയായി ജലനിധിയെ ഇവിടത്തുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് കുടിനീരില്ലാതെ പൈവളിക. ജലനിധി, ജലജീവൻ, പല പേരിലുണ്ട് കുടിവെള്ള പദ്ധതികൾ. പൈപ്പുകൾ ഇട്ടു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ കുടിവെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഗുണഭോക്തൃ സമിതികൾ രൂപീകരിച്ച് ജലനിധി പദ്ധതിക്കായി വിഹിതമടച്ച് 12 വർഷം കഴിയുമ്പോഴും ഒരു തുള്ളി കുടിവെള്ളം ലഭിക്കാത്ത വീടുകളുണ്ട് ഇന്നും പൈവളിക പഞ്ചായത്തിൽ. തലക്ക് മുകളിൽ കത്തുന്ന വെയിലാണ്. ആ ചൂട് സഹിച്ചും കുടുംബത്തിന്റെ ദാഹം തീർക്കാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നും കുടത്തിൽ വെള്ളം ശേഖരിച്ച് തലച്ചുമടായി കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് പൈവളിക പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും. ഇവിടെ ഏത് വീട്ടിലെത്തിയാലും മുറ്റത്തോട് ചേർന്ന് ഒരു പൈപ്പും അതിന് കീഴ്ഭാഗത്ത് ഒരു മീറ്ററും കാണാം. ചില പ്രദേശങ്ങളിൽ മാത്രം കുറച്ചുനാളുകൾ ഈ മീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നീട് അതും നിലച്ചു. ചുരുക്കത്തിൽ ജലനിധി പദ്ധതിയിലൂടെ പൈപ്പ് സ്ഥാപിച്ചതല്ലാതെ ഒരിറ്റ് വെള്ളം എപ്പോൾ ലഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് തുളുനാട്ടിലെ ഈ ജനത. 12 വർഷം മുമ്പ് 4800 രൂപ കൊടുത്തിട്ടാണ് ഈ ജലനിധി ഇതായത്. ഇത് ഈ പൈവളിക പഞ്ചായത്തിൽ ഈ കുടാൾ വാർഡിലാണ് ഇത്രയെങ്കിലും വെള്ളം ഇടവന്നത്. മറ്റേ എവിടെയും വെള്ളം വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 2 വർഷം തൊട്ട് തീരെ വരാത്ത സ്ഥിതിയാണുള്ളത്. ജലനിധി പദ്ധതിക്കായി പൈവളിക പഞ്ചായത്തിൽ 30-ലേറെ ഗുണഭോക്തൃ സമിതികൾ രൂപവത്കരിച്ചു. ഓരോ പ്രദേശത്തേക്കും ജലസ്രോതസ്സുകൾ കണ്ടെത്തി ടാങ്കുകൾ നിർമ്മിച്ചു. വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ഇങ്ങനെയുള്ള നിർമ്മിതികളെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയിലാണിപ്പോൾ. ഓരോ ഗുണഭോക്താക്കളും 4800 രൂപ വീതം അടച്ചാണ് ജലനിധി പദ്ധതിയിൽ ഭാഗമായത്. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാ വീടുകളിലേക്കും പൈപ്പിട്ട് പദ്ധതി നടത്തിപ്പുകാർ മടങ്ങി. പക്ഷേ കുടിവെള്ളത്തിനായി ഈ നാട്ടുകാർ ഇനിയും കാത്തിരിപ്പിലാണ്. അതെ, 13 വർഷമായി ഒരു തുള്ളി വെള്ളം വന്നില്ല. പൈപ്പ് എല്ലാം വീഴുക, അതെല്ലാം പോയി വീടായിട്ട്. പിന്നെ അങ്ങോട്ടുള്ള പൈപ്പെല്ലാം ജേസി വന്നിട്ട് മാന്തിട്ട് അതെല്ലാം എടുത്തു. പിന്നെ വെള്ളമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും കോളനിക്ക് വെള്ളമില്ല. എല്ലാവരോടും പറഞ്ഞു നോക്കി, ഞങ്ങൾ വെള്ളമില്ല എന്നെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം നോക്കണമെന്ന്. ആരും ഇങ്ങ് തിരിഞ്ഞു നോക്കില്ല. കോടികളാണ് പൈപ്പിടലിനും മറ്റുമായി ഇവിടെ ഇതിനകം ചെലവഴിച്ചിട്ടുള്ളത്. ജലസ്രോതസ്സുകൾക്കടുത്തുള്ള വലിയ ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പിച്ച് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജലനിധി പദ്ധതിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത്. എന്നാൽ അത് പരിഹരിക്കുന്നതിനും കൃത്യമായി ജലവിതരണം നടത്തുന്നതിനുമുള്ള നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല. എല്ലായിടത്തും സോഴ്സിൽ വെള്ളമുണ്ട്, പക്ഷെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ടെക്നിക്കലായ ഒരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് ബാധിച്ചിട്ടുള്ളത്. അവർ ജലനിധിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിലേക്ക് ഇനി വിട്ടുകൊടുത്തു. പഞ്ചായത്താണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ജലനിധി ഇങ്ങോട്ട് വരുന്നുമില്ല. കാത്തിരുന്നുമടുത്തപ്പോൾ ചിലർ പ്രതീക്ഷയേറ്റ് ആ പൈപ്പുകൾ തന്നെ എടുത്തു ദൂരേക്ക് കളഞ്ഞു. വേനൽ കടുക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ജലനിധിയിലൂടെ കുടിവെള്ളം എത്തുമെന്ന പ്രതീക്ഷയിലും ആഗ്രഹത്തിലും കാത്തിരിക്കുന്നവരും ഏറെയാണ്. കോടികളാണ് ജലനിധി പദ്ധതിക്കായി പൈവളിക പഞ്ചായത്തിൽ ചെലവഴിച്ചത്. എന്നിട്ടും അതിന്റെ ഫലം ഇന്നാട്ടുകാർക്ക് ലഭിച്ചില്ലെങ്കിൽ ആരാണ് സമാധാനം പറയേണ്ടത്? ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഇനിയും ഇവിടുത്തുകാരെ കുടിവെള്ളത്തിനായി കാത്തു നിർത്തരുത്. പൈവളികയിൽ നിന്നും പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. അതിനിടയിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാകുന്നുണ്ട്. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താൻ എന്ന് അദ്ദേഹം പറയുന്നു. സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്നും രമേശ് ചെന്നിത്തല. എറണാകുളത്ത് ഡിവർ സ്മാരക അവാർഡ് ദാന ചടങ്ങിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം. ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവിടണമെന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നില്ല. ഓരോ ഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു, മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് കേസ് യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയ മുഖ്യമന്ത്രി ഫ്ലെക്സിന്റെ ആയുസ് അടുത്ത മാസം 4 വരെ മാത്രം എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം.
എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതിൻ്റെ എല്ലാ ആയുസ് 5 തീയതി വരെയേ ഉള്ളൂ. അതുവരെ അവർ മുഖ്യമന്ത്രിയും മന്ത്രിയും അതുപോലെ തന്നെ സ്റ്റാഫും ഒക്കെ മുമ്പത്തെ പോലെ തന്നെ ഇപ്രാവശ്യം തീരുമാനിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ആവർത്തിച്ച് വാർത്തയായിട്ടും പരിഹരിക്കാതെ ഉച്ചക്കടയിലെ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ. സർക്കാർ നൽകിയ ഫ്ളാറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ഇവർ വീർപ്പുമുട്ടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതുവരെ പട്ടയം പോലും പതിച്ചു കിട്ടാത്തത് ഫ്ളാറ്റിനുമേലുള്ള ഇവരുടെ ഉടമസ്ഥാവകാശം പോലും ചോദ്യമുനയിലാക്കുകയാണ്. മെയ് 4-ന് LDF തുടരുകയോ UDF അധികാരത്തിലെത്തുകയോ ചെയ്തേക്കാം. എന്നാൽ അപ്പോഴും കാലങ്ങളായി പരാതിപ്പെട്ടിട്ടും പരിഹരിക്കപ്പെടാതെ തുടരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ കഴിയുന്നവരാണ് ഉച്ചക്കടയിലെ 100 കണക്കിന് തീരദേശവാസികൾ. കാരണം അത്രമേലുണ്ട് സർക്കാർ വെച്ച് നൽകിയ നിറവ് പുനർഗേഹം പദ്ധതിയിൽ നിറഞ്ഞു നിൽക്കുന്ന അപര്യാപ്തതകൾ. പൊഴിയൂർ തീരദേശത്ത് കഴിഞ്ഞിരുന്ന 500-ലധികം കുടുംബങ്ങളെ പുതിയ ഫ്ളാറ്റുകളിലേക്ക് സംസ്ഥാന സർക്കാർ മാറ്റിയിട്ട് 5 വർഷമേ ആകുന്നുള്ളൂ. പണി പൂർത്തിയാക്കാത്ത ഫ്ളാറ്റുകളിലേക്ക് കൂലിപ്പണിക്കാരായ ഇവർക്ക് പൂർണ്ണ തോതിൽ കയറി താമസിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ചിലവാക്കേണ്ടി വന്നത് ലക്ഷങ്ങളാണ്. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞങ്ങളൊരു കടപ്പുറത്തുള്ള ഒരു കടൽ തൊഴിലാളിയാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇന്ന് കടലിൽ പോയി 10 രൂപ കൊണ്ടുവന്നാലേ ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകയത്തുള്ളൂ. ഞങ്ങളൊരു ഉദ്യോഗസ്ഥരല്ല, അല്ലാതെ വേറെ ഒരു ഇതിൽ ഞങ്ങൾ പണി ചെയ്യുന്നവരല്ല. ഞങ്ങൾക്ക് അന്നന്ന് കിട്ടുന്ന കടലിലുള്ള മത്സ്യത്തിൻ്റെ ഒരിതാണ് നമ്മളിവിടെ വെച്ച് കഴിയുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ കടലിൽ അധ്വാനിച്ച് ഈ കാറ്റത്തും കടലത്തും കിടന്ന് ഈ അധ്വാനിച്ച് കൊണ്ടുവരുന്ന തുകയിൽ തന്നെ ഞങ്ങൾ ഇതിനെടുത്ത് ചിലവാക്കണമെന്ന് ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? താമസം തുടങ്ങി വർഷങ്ങളായിട്ടും 100 കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഉറപ്പാക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ കുടുംബങ്ങൾ ഇന്നും കാത്തിരിക്കുകയാണ്. കൂടാതെ താമസിക്കുന്ന വീടിനും വീടിരിക്കുന്ന ഭൂമിക്കും വീട്ടു നമ്പരോ അഡ്രസ്സോ പട്ടയമോ കിട്ടാതെ കഴിയേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ ഈ മനുഷ്യരെക്കാൾ നന്നായി മറ്റാർക്കും വിവരിക്കാനാകില്ല. സൗകര്യം 4 ചുവര് മാത്രം വീട് പോലെ കെട്ടിയിട്ട് ഒരു ചുവര് മാത്രം കെട്ടിയിട്ട് തന്നു. ഒരു സെൽഫും പോലും ഇല്ല, ഒരു ടൈൽസ് ഒന്നും ഇട്ട് തന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു സജ്ജീകരണം പോലും ഇല്ലാതെ മൊത്തം വലിച്ചുവാരി പട്ടിയെല്ലാം വലിച്ചുവാരി വീടിന്റെ മുറ്റത്തേക്കാണ് കൊണ്ട് വയ്ക്കുന്നത്. വെടിച്ച് വിണ്ട് കീറി പെയിന്റ് എല്ലാം ഐസ് കട്ട ഇളകി വീഴുന്നത് പോലെ മൊത്തം പെയിന്റ് ഇളകി വീഴുന്നു. പൈപ്പൊക്കെ എല്ലാം ലീക്കാണ്. വീട് ചെവര് വരി ഒഴുകി അതെല്ലാം ലീക്കായി സെൽഫെല്ലാം മറ്റേ തുണിയെല്ലാം ദ്രവിച്ചില്ലാതായി പോകുന്നത്. ഇപ്പം 1 വർഷത്തിന് കൂടുതലായി പൊട്ടി അവിടെ കെട്ടിക്കിടക്കുന്നു. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകും മലിനജലവും ഇതുമായിട്ട് കൊതുക് കൂടുതലാണ്. മറ്റെന്തും സഹിക്കാം, എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഈ പറഞ്ഞതിനെയൊക്കെക്കാൾ രൂക്ഷമാണ്. പാചകം ചെയ്തു വെച്ച ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തിലും മധ്യയാണ് ഈ മനുഷ്യർ ഇപ്പോഴും ജീവിക്കുന്നത്. എൻ്റെ ഭാര്യ ഷോക്ക് വന്ന് കിടക്കുക. അവിടെ ഈ ബ്ലോക്ക് പൊട്ടി എല്ലാം നാറ്റത്താൽ ആഹാരം കഴിക്കാൻ ഒക്കുന്നില്ല. ആഹാരം കഴിക്കാൻ ഒക്കാതെ ഇവിടെ ഉള്ള പരസ്പരം എല്ലാ വീട്ടുകാർക്കും അങ്ങനെയാണ് നാറ്റം. വേസ്റ്റ് കുളം ഉയരെന്ന് പറയുന്ന വെള്ളമൊക്കെയാണ് ഇതിവിടെ വന്ന് അടഞ്ഞ് പൊട്ടുന്നത്. അതാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാനും നോക്കുന്നില്ല. മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനങ്ങളില്ലാത്തതും നിർമ്മാണത്തിൽ അപാകതകൾ കാരണത്താൽ മലിനജലം പരിസരത്ത് പൊട്ടിയൊഴുകുന്നതുമാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ഇപ്പോൾ കുളത്തൂർ പഞ്ചായത്ത് പറഞ്ഞ് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകുമ്പോൾ പറയും കാരോട് പഞ്ചായത്ത് പോയി. അവിടെ പോകുമ്പോൾ പറയും നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം കുളത്തൂർ ഉണ്ടെങ്കിൽ അവിടെ പോകണം. ഞങ്ങളെ 2 പഞ്ചായത്തുമായിട്ട് ആട്ടി വായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ ഒരു ഇത് പ്രമാണമോ പട്ടയമോ ഒന്നുമില്ല. ഞങ്ങളെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇവിടെ ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ്. വാടക കെട്ടി താമസിക്കുന്നവൻ്റെ അവസ്ഥ തന്നെ ഇവിടെ താമസിക്കുന്നു. ഈ നിസ്സഹായരും ദുർബലരുമായ മനുഷ്യർ ചോദിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള കനിവോ ഔദാര്യമോ അല്ല, മറിച്ച് ആത്മാഭിമാനത്തോടെയും ആരോഗ്യത്തോടെയുമുള്ള ജീവിതം എന്ന തങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശത്തെക്കുറിച്ചാണ്. അജ്മൽ ദിറാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.